വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലാലേട്ടൻ ചിത്രത്തിന് കൊടൂര ഹൈപ്പ് കയറുന്നു. ചിത്രത്തിന്റെ പേര് ഒടിയൻ. നമ്മൾ കേട്ടുമറന്ന അല്ലെങ്കിൽ നമ്മളിൽ ചിലർ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കിടിലൻ കോൺസെപ്റ്റ്. ആ കഥാപാത്രം ചെയ്യുന്നതോ നമ്മുടെ സ്വന്തം ലാലേട്ടന്. എന്നാൽ ചിത്രത്തിന് ജനങ്ങൾ എഴുതിയ വിധി നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അത് കഴിഞ്ഞ് കുറച്ചു നാൾ മുമ്പ് ഒടിയൻ എന്ന പോലെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു മറ്റൊരാശയമായ ചാത്തൻ എന്ന കോൺസെപ്റ്റുമായി ഒരു ചിത്രം വരുന്നു. ബ്ലോക്ക് ബസ്റ്ററായി മാറുന്നു. ആ ചാത്തൻ എന്ന കഥാപാത്രം ചെയ്തത് നടൻ മമ്മൂട്ടി. ചിത്രം ഭ്രമയുഗം. അപ്പൊ എനിക്ക് മനസ്സിലായി ഒടിയൻ എന്ന ആശയവും നമ്മുടെ ലാലേട്ടൻ ആ ഒരു ചിത്രത്തിന് വേണ്ടി നൽകിയ എഫേർട്ടും ഡെഡിക്കേഷനും കൃത്യമായ കൈകളിലല്ല ലഭിച്ചത് എന്ന്. അതിനുശേഷം ലോക എന്ന ചിത്രത്തിൽ ഒടിയൻ എന്ന ആശയത്തിന്റെ ഒരു ഷെയ്ഡ് കാണിച്ചിരുന്നു. ഇപ്പോഴാ സംവിധായകൻ രാഹുൽ സദാശിവന്റെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം ഒടിയൻ ദി ഏജ് ഓഫ് ഇല്യൂഷൻ, സ്റ്റാറിംഗ് പൃഥ്വിരാജ് ആൻഡ് മഞ്ജു വാര്യർ. ഈ ചിത്രത്തിന് കയറാൻ പോകുന്ന ഹൈപ്പിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒരു സൈഡിൽ ഭ്രമയുഗം, ഭൂതകാലം, DSRA എന്നീ ചിത്രങ്ങൾ സംവിധായകൻ രാഹുൽ സദാശിവനിൽ നമുക്കുണ്ടാക്കിയ ഇമ്പാക്ട്. മറ്റേ സൈഡിൽ ഹൊറർ ജനറൽ നടൻ പൃഥ്വിരാജിന്റെ പൊട്ടൻഷ്യലിന്റെ അങ്ങേയറ്റം കാണിച്ചു തന്ന എസ്ര എന്ന ചിത്രത്തിന്റെ ഇമ്പാക്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഈ ഒരു കോംബോ ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കാൻ പോകുന്ന റിസൾട്ടിനെ പറ്റി നമ്മൾ തീർച്ചയായും എക്സൈറ്റഡ് ആകേണ്ടതുണ്ട്. ഇപ്പോൾ ഒടിയൻ എന്ന ആശയത്തിനെ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഒരു സങ്കടം ഉണ്ടാവും. ലാലേട്ടനെ ആ ഒരു വേഷത്തിൽ മികച്ച രീതിയിൽ കാണാൻ സാധിച്ചില്ലല്ലോ എന്ന്. പക്ഷേ എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ സംതിങ് ബിഗ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഞാനിങ്ങനെ പറയാൻ കാരണം രാഹുൽ സദാശിവന്റെ ഈ ചിത്രത്തിലെ മഞ്ജു വാര്യരുടെ കാസ്റ്റിംഗ് ആണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.